Welcome to another episode of Chinju's Shani's Vlogs. അപ്പൊ ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ തമ്മിലൊക്കെ കണ്ട പോലെ തന്നെ എന്ത് വീഡിയോ ആണ് ഷാനി? +1 ഒരു ക്ലാസ് ആണ് എടുക്കാൻ പോകുന്നത്. താത്താന്റെ ക്ലാസ് ആണ് കേട്ടത്. അപ്പൊ ഇന്നത്തെ ഒരു ഭയങ്കര സപ്പോർട്ടായിട്ടുള്ള ഒരു ക്ലാസ് ആണ്. അപ്പൊ എല്ലാവരും കേൾക്കുക. ചെറിയ കുട്ടികൾക്ക് +1 കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ടാവും. അപ്പൊ അറിയില്ലെങ്കിൽ ഇതിൽ നോക്കി പഠിക്കുക കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ്. ഓക്കെ, കുഞ്ഞു ബെല്ലേക്കൊന്ന് അപ്പൊ താത്താന്റെ ക്ലാസ് ഉണ്ടാക്കും കേട്ടോ. അതുവരെ ഞാൻ താത്ത പറഞ്ഞു. ഓക്കെ. അപ്പൊ ഷാനി പറഞ്ഞ പോലെ തന്നെ ഇന്ന് നമ്മള് +1 പോകുന്ന കുട്ടികൾക്ക്, അല്ലാന്നുണ്ടെങ്കിൽ +2 ഇംപ്രൂവ്മെന്റ് എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ക്ലാസ് ആണ്. മീൻസ് +1 ചാപ്റ്റേഴ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ക്ലാസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഐഡിയ എനിക്ക് എങ്ങനെയാ തോന്നിയെന്ന് വെച്ചാൽ, എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് റിക്വസ്റ്റ് ചെയ്തു. മീൻസ് അവൾക്ക് ഇങ്ങനെ കുറച്ച് ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് റിക്വസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഏതായാലും ഞാൻ നീറ്റ് എഴുതാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. +2 കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് എഴുതാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. സോ അപ്പോൾ എനിക്ക് എന്തായാലും +1 ചാപ്റ്റേഴ്സും എല്ലാ സബ്ജക്റ്റും ഒന്നും കൂടിയും പഠിക്കണമല്ലോ. എന്തായാലും നമ്മൾ നീറ്റ് എഴുതുമ്പോൾ അതൊക്കെ പഠിക്കണമല്ലോ. സോ അപ്പം ഞാൻ പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ അത് ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമല്ലേ, അത് എനിക്ക് നല്ല സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാം, എന്നിട്ട് ഇങ്ങനെ ക്ലാസ് ഞാൻ പഠിക്കുന്ന കൂടെ തന്നെ മീൻസ് ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. നമുക്കൊന്ന് പഠിക്കാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, +1 കുട്ടികളുടെ അഡ്മിഷൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ട്. +1 ഇപ്പോഴും ക്ലാസ്സസ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ എനിക്ക് ആദ്യം തന്നെ +1 കുട്ടികളോട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, മീൻസ് ഇതൊക്കെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നിട്ട് അല്ലെങ്കിൽ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് എൻ്റെ അനുഭവങ്ങളിൽ നിന്നിട്ടാട്ടോ ഞാൻ നിങ്ങളോട് ഇതൊക്കെ പറയണത്. അപ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, മീൻസ് നിങ്ങൾ 10th വരെ എങ്ങനെ പഠിച്ചു എന്നോ അല്ലെങ്കിൽ എത്ര വരെ പഠിച്ചു എന്നുള്ളതോ +1 +2 ഒരു വിഷയമല്ല. പിന്നെ 10th നമ്മളോട് ടീച്ചേഴ്സ് എല്ലാവരും ഭയങ്കര സംഭവമായിട്ട് പറഞ്ഞു, 10th ആണ് നിങ്ങളെ ലൈഫ്, ഇത് നിങ്ങളുടെ ഫസ്റ്റ് പബ്ലിക് എക്സാം ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നല്ല ഫുൾ ഹാർഡ് വർക്ക് നമ്മൾ 10th കൊടുക്കും അല്ലേ. അപ്പോൾ എനിക്കെന്താ പറയാനുള്ളത് വെച്ചാൽ, 10th ശരിക്കും ഒരു സംഭവമല്ല കേട്ടോ. 10th എന്തിനാണ്? നമുക്ക് +1 നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സബ്ജക്റ്റ് നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് അല്ലെങ്കിൽ ട്രയൽ അലോട്ട്മെന്റ് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് 10th റിസൾട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബട്ട് ലൈഫ് ലോങ് നമുക്ക് ആവശ്യമുള്ള കാര്യമാണ് +1 +2 റിസൾട്ട്. സോ നമ്മൾ നന്നായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് +1 +2 തന്നെയാണ്. അപ്പോൾ എനിക്ക് എന്താ പറയാനുള്ളത് വെച്ചാൽ, അധികം മിക്ക കുട്ടികളും മീൻസ് ഞാനൊക്കെ കണ്ടിട്ടുള്ളതാണ്, അല്ലെങ്കിൽ നമ്മളൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. മീൻസ് 10th ഫുൾ A+ കിട്ടി നല്ല റിലാക്സ് ആവും നമ്മൾ. എൻ്റെ ഫസ്റ്റ് കടമ്പ ഞാൻ കടന്നല്ലോ, ഇനി കുറച്ച് കാലം റിലാക്സ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ +1 വരുന്നത്. അപ്പോൾ +1 എത്തുമ്പോൾ നമ്മൾ മീൻസ് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. മീൻസ് 10th വരെ നമ്മളെ എല്ലാവരും ടീച്ചേഴ്സൊക്കെ അങ്ങനെ ചെയ്യരുത്, നീ ഈ ടൈമിൽ തന്നെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കുമെങ്കിലും +1 +2 അങ്ങനെയൊന്നുമല്ല. നമുക്ക് വേണമെങ്കിൽ പഠിച്ചാൽ മതി. മീൻസ് ടീച്ചേഴ്സൊക്കെ പറയും, നമ്മൾ ഹെൽപ്പൊക്കെ ചെയ്യും. ബട്ട് എന്നാലും കുറച്ചൊരു വലിയ കുട്ടികളായി എന്നുള്ള ഒരു രീതിയിൽ തന്നെയാവും എല്ലാവരും നമ്മളോട് പെരുമാറുക. അപ്പൊ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യും +1 +2. പിന്നെ ലാസ്റ്റ് +2 എത്തുമ്പോഴാണ് എല്ലാവർക്കും ഒരു തിരിച്ചറിവ് വരും, അയ്യോ +1 നല്ലവണ്ണം പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന്. എന്താണ് പാട്ട് പാടിക്കൂടെ? ആയിട്ടില്ല, കുറച്ച് കഴിഞ്ഞിട്ട് പാടട്ടോ, താത്ത ഇതൊക്കെ പറയട്ടെ. അപ്പോൾ എനിക്ക് +1 പോകുന്ന എൻ്റെ സിസ്റ്റേഴ്സിനോട് അല്ലെങ്കിൽ ബ്രദേഴ്സിനോടൊക്കെ പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ +1 എത്തിക്കഴിഞ്ഞാൽ എൻജോയ് ചെയ്യണം. ബട്ട് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ നന്നായിട്ട് സ്റ്റഡിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം. പിന്നെ നിങ്ങളിപ്പോൾ എന്തായാലും അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഫോം ഒക്കെ ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. മീൻസ് അതായത് സബ്ജക്ട് ഏതാണ്, ഹ്യൂമാനിറ്റീസ് ആണോ കൊമേഴ്സ് ആണോ സയൻസ് ആണോ എടുത്തിട്ടുള്ളതെന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഒരു അഭിരുചിക്ക് അനുസരിച്ചിട്ടുള്ള സബ്ജക്റ്റ് ആയിരിക്കണം നിങ്ങൾ ഉറപ്പായിട്ടും ചൂസ് ചെയ്യുന്നത്. അല്ലാതെ എൻ്റെ ഫ്രണ്ട് ഹ്യൂമാനിറ്റീസ് ആണ് അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് സയൻസ് ആണ്, സോ എനിക്കും അത് മതി, അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചൂസ് ചെയ്യരുത്. ബിക്കോസ് ഈ സയൻസ് ആണ് ഇപ്പോൾ നമ്മൾ എടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് മുന്നോട്ടും പിന്നെ ആ ഒരു സയൻസ് സബ്ജക്റ്റ് ആ ഒരു രീതിയിലല്ലേ നമുക്ക് പഠിച്ചു പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ളത് ഏതിലാണോ അത് കണ്ടെത്തിയിട്ട് വേണം നിങ്ങൾ സബ്ജക്റ്റ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ
അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ +1 എത്തിയാൽ ഉഴപ്പാൻ നിൽക്കാതെ മാക്സിമം പെർസെൻറ്റേജ് നിങ്ങൾ സ്കോർ ചെയ്യാൻ നോക്കേണ്ടത് +1 ബിക്കോസ് +1 എത്തുമ്പോൾ എല്ലാവർക്കും ഒരു ചിന്തയുണ്ട്. മീൻസ് ഇപ്പം ഇനിയിപ്പോൾ കുറച്ച് കളിച്ച് നടന്നാലും കുഴപ്പമില്ല, ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ഉണ്ടല്ലോ, ഇമ്പ്രൂവ്മെൻ്റ് എഴുതിയിട്ട് നമുക്ക് രക്ഷപ്പെടാം എന്നുള്ളൊരു ചിന്തയുണ്ട്. ബട്ട് അത് ഒരിക്കലും പോസിബിൾ അല്ല കേട്ടോ. മീൻസ് +2 എത്തുമ്പോൾ നമുക്ക് +2 റെക്കോർഡ്, പിന്നെ +2 പ്രാക്ടിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും, പിന്നെ +2 തന്നെ ഒരു ലോഡ് പഠിക്കാനുണ്ടാവും. അതിൻ്റെ കൂടെ നമ്മൾ +1 ഇമ്പ്രൂവ്മെൻറ്റിനും കൂടി പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും പോസിബിൾ അല്ല. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് ബെസ്റ്റ് ചാൻസ്, അതിൽ തന്നെ നിങ്ങൾ മാക്സിമം സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. പിന്നെ അടുത്ത എന്താ പറയാന്ന് വെച്ചാൽ 10th വരെ പഠിച്ചു പോകുന്ന ഒരു രീതിയിലേ അല്ല +1 +2 എന്തായാലും ഡിഫറെൻ്റ് ആണ്. ബിക്കോസ് NCERT എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര പഠിച്ചാലും വീണ്ടും ഉണ്ടാവും, അതിൽ കുറേ പഠിക്കാനായിട്ട് വീണ്ടും കുറേ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ ടെക്സ്റ്റ് NCERTന്റെ ടെക്സ്റ്റ് ആണ് ഞാനൊക്കെ റെഫർ ചെയ്യാറ്. നിങ്ങൾക്ക് അറിയുണ്ടാവും, ഞാൻ സയൻസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ NCERTയുടെ ടെക്സ്റ്റ് ആണ് ഞാൻ കെമിസ്ട്രി ഫിസിക്സും അതുപോലെ തന്നെ ബയോളജിയും കുറച്ചൊക്കെ റെഫർ ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ എത്ര ടെക്സ്റ്റ് ഒരു ദിവസം നമ്മൾ പഠിച്ചാലും ചിലപ്പോൾ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം അത്രയും വാസ്റ്റായിട്ട് കുറേ പഠിക്കാനുണ്ട്, വേണ്ടതും വേണ്ടാത്തതും ഒക്കെ കുറേ എണ്ണം അതിൽ പഠിക്കാനുണ്ടാവും. സോ അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, 10th വരെ നമ്മൾ പഠിച്ചു പോകുന്ന പോലെ കുറച്ച് ഒരു കാര്യത്തിനെ കുറച്ചല്ല നമുക്ക് +1 +2 പഠിക്കാനുള്ളത്. എല്ലാ കാര്യത്തിനെ കുറിച്ചിട്ടും നല്ല ഡീപ്പായിട്ട് തന്നെ പഠിക്കാനുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ടൈം ടേബിളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ഫസ്റ്റ് തൊട്ട് തന്നെ നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെയും ഒരു ഹെവി ലോഡ് നമുക്ക് വരില്ല. ലാസ്റ്റൊക്കെ ആകുമ്പോഴേക്കും ഒരു ഹെവി ലോഡ് നമുക്ക് വരില്ല. പിന്നെ +1 കാര്യം പറയുകയാണെങ്കിൽ +2 കൂടുതൽ വെയിറ്റേജ്, മീൻസ് കൂടുതൽ ചാപ്റ്റേഴ്സ് ഉള്ളത് +1 അപ്പോൾ ഈ +1 ആണെങ്കിൽ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യാനും കുറച്ച് വഴുക്കും. ലാസ്റ്റ് ആകുമ്പോഴേക്കും നമുക്ക് ആ ചാപ്റ്റേഴ്സ് ഒന്നും തീർന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ടീച്ചേഴ്സ് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും അവർ പറഞ്ഞുതരും. ബട്ട് അവരെ പറഞ്ഞിട്ട് നമുക്ക് ഒരു കാര്യമില്ല. മീൻസ് അവരായിട്ട് അടിച്ചു വിടാവും, 2-3 ചാപ്റ്റേഴ്സൊക്കെ ഒരു ദിവസം കൊണ്ടൊക്കെ അങ്ങനെയായിട്ട് അടിച്ചു വിടാവും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ പെർഫെക്റ്റ് ആവാം, എന്നാൽ നമുക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. +1 നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ മലയാളം എഴുത്തുനിന്ന് വന്ന കുട്ടികളോട്, മീൻസ് മലയാളമാണ് അവർ 10th വരെ മലയാളം പഠിച്ചിട്ട് പിന്നെ +1 +2 വരുമ്പോൾ ഫുൾ ഇംഗ്ലീഷ് ആവാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്കൊരു 2 മാസം വരെയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു 2 മാസത്തിൽ തന്നെ എനിക്കിത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ക്വിറ്റ് ചെയ്യാതെ നിങ്ങൾ ഒരു കോട്ട് എപ്പോഴും മനസ്സിൽ വിചാരിക്കുക. മീൻസ് അതായത് ക്വിറ്റേഴ്സ് നെവർ വിൻസ് ആൻഡ് വിന്നേഴ്സ് നെവർ ക്വിറ്റ്. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യുന്ന, എനിക്ക് നല്ലൊരു ഇൻസ്പിറേഷൻ തരുന്ന ഒരു കോട്ടാണ് കേട്ടോ ഇത്. ബിക്കോസ് നമ്മൾ ക്വിറ്റ് ചെയ്താൽ നമുക്ക് ഒരിക്കലും നമ്മുടെ ആ വിജയത്തിൽ എത്തിച്ചേരാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾ മീൻസ് മലയാളം എഴുത്തുനിന്ന് വരുമ്പോൾ എല്ലാ കുട്ടികൾക്കും, ഇനിയിപ്പോൾ ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിലും NCERT പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ നമ്മൾ ഇതുവരെ കേൾക്കാത്തൊരു വാക്ക്, അത് നമ്മൾ പിന്നെ കേട്ട് അത് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇത്രയും സിമ്പിളായിരുന്നോ ഇത് എന്നുള്ളത് നമുക്ക് തോന്നും. അപ്പോൾ മീൻസ് നിങ്ങൾ അത് മൈൻഡ് ചെയ്യേണ്ട, മലയാളത്തിൽ നിന്ന് വരുന്ന കുട്ടികൾ അത് മൈൻഡ് ചെയ്യേണ്ട. ആദ്യത്തെ കുറച്ച് റിസ്ക് ഉണ്ടാവും, അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഡൗട്ട്സുകളൊക്കെ ടീച്ചേഴ്സിനോട് ചോദിച്ചിട്ട് അപ്പം തന്നെ ക്ലിയർ ചെയ്യുക. ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ ആരോടും ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് പിന്നെ ചോദിക്കാം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്താ വിചാരിക്കാം. മീൻസ് ഞാൻ ഒരു കാര്യമായിട്ട് എനിക്ക് ഭയങ്കര കോംപ്ലക്സ് ഉള്ള ഒരാളാണ് കേട്ടോ. മീൻസ് എനിക്ക് പണ്ടൊക്കെ ഡൗട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയായിരുന്നു. പിന്നെ ഞാൻ മനസ്സിലാക്കിയത് ഡൗട്ട് ചോദിക്കുന്നതുകൊണ്ട് നമ്മളവിടെ ഒരിക്കലും ചെറുതാവല്ല ചെയ്യുന്നത്. അറിവ് നേടുന്നത് കൊണ്ട് നമ്മൾ ഒരിക്കലും ചെറുതാവുന്നില്ല, അത് നമ്മുടെ അറിവിനെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എവിടെ നിന്നൊക്കെ അറിവ് നമുക്ക് സമ്പാദിക്കാൻ പറ്റുമോ അത്രയും നമ്മൾ സമ്പാദിക്കണം. അപ്പോൾ പിന്നീടാണ് ഞാൻ ചെറിയ ക്ലാസ്സുകളിലാട്ടോ ഞാൻ പറഞ്ഞ ആ മടി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്താ പറയുക, നന്നായിട്ട് ഡൗട്ട് ചോദിക്കാറുണ്ട്. മീൻസ് ഡൗട്ട് തോന്നുമ്പോൾ തന്നെ അത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഡൗട്ട് തോന്നുമ്പോൾ തന്നെ അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് പോവുക. ആൻഡ് ഇപ്പോൾ നിങ്ങൾക്ക് ടൈറ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷിലുള്ള കുറച്ച് കട്ടിയുള്ള വേർഡ്സൊക്കെ ഉണ്ടാവും, മലയാളം എടുത്തിട്ട് കുട്ടികൾക്ക് അറിയാത്ത വേർഡ്സ് ഉണ്ടാവും. അപ്പോൾ അത് അപ്പം തന്നെ വീട്ടിൽ വന്ന ഉടനെ തന്നെ ഡിക്ഷണറിയിൽ നോക്കിയിട്ട് അതിൻ്റെ മലയാളം കണ്ടെത്തിയിട്ട് നിങ്ങൾ അവിടെ എഴുതി വെക്കുക. ഇതൊക്കെ എല്ലാവർക്കും ഉള്ള കാര്യങ്ങളാണ്. സോ 2 മാസം കഴിയുമ്പോഴേക്കും നിങ്ങൾ ആ ട്രാക്കിൽ കയറും ആൻഡ് നിങ്ങൾക്കത് സെറ്റാവും. അപ്പോൾ പിന്നെ ആർക്കും ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. അപ്പോൾ മലയാളം എഴുത്തുനിന്നാണ് ഞാൻ വന്നതെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും എന്താ പറയുക ക്വിറ്റ് ചെയ്യാൻ പോവരുത്. മീൻസ് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പഠിക്കുക. സോ നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്. പിന്നെന്താണെന്ന് വെച്ചാൽ +2 നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുക +1 എല്ലാവരും പറയുന്നുണ്ട്. ഞാൻ ഇപ്പോൾ +2 സോ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. +1 നമ്മൾ നന്നായി പഠിച്ചാൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് 100% ഞാൻ ഗ്യാരണ്ടി തരാണ്.
ബിക്കോസ് അങ്ങനെ വലിയ ടൈറ്റായിട്ടുള്ള ഇതൊന്നും ഇല്ല പഠിക്കാനായിട്ട്. നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് നന്നായിട്ട് കിട്ടും. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. ആൻഡ് ഇനിയിപ്പോൾ ഞാൻ വിചാരിക്കുന്നത്, അപ്പോൾ സയൻസ് എടുക്കുന്ന കുട്ടികളാണെങ്കിൽ, പ്ലസ് 1 സയൻസ് എടുക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ബയോളജിനോടൊരു പ്രത്യേക ഇഷ്ടം ഉണ്ടാവും അല്ലേ? എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് വെച്ചാൽ ബയോളജിയാണ്. ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ എൻ്റെ ഫേവറേറ്റ് ചാപ്റ്റർ ആയിരുന്നു കേട്ടോ, പ്ലസ് 1 അനിമൽ കിങ്ഡം എന്ന് പറഞ്ഞിട്ട്. ബിക്കോസ് ഒത്തിരി പുതിയ കാര്യങ്ങളാണ് നമ്മൾ ആ ചാപ്റ്ററിലൂടെ പഠിക്കുന്നത്. ആൻഡ് പ്ലസ് 1 എക്സാം നമ്മൾ പറയാം, ഓട്ടോൻ്റെ ശബ്ദം കേണമെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ അതായത് അനിമൽ കിങ്ഡം, അതാണ് നമ്മുടെ സുവോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ. അപ്പോൾ ആ ചാപ്റ്ററിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് കേട്ടോ. പ്ലസ് 1 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് സുവോളജിയിലെ. കാരണം പബ്ലിക് എക്സാമിന് വരെ 6-7 അല്ലെങ്കിൽ ഒരു 6-8 മാർക്കിന് എന്തായാലും വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ്. നല്ല സിമ്പിളാണ് പഠിച്ചാൽ കേട്ടോ. ഒത്തിരി പുതിയ കാര്യങ്ങളാണ് അതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിന് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ആൻഡ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ക്ലാസ്സസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വഴി എന്നെ അറിയിക്കുക. ആൻഡ് അതപ്പോൾ എനിക്ക് നല്ലൊരു സന്തോഷമായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്ലാസ്സസ് ഇനി മുന്നോട്ട് വേണം എന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഈ ക്ലാസ്സസ് ഹെൽപ്ഫുൾ ആണ് ആൻഡ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്ലാസ്സസ് ഇനിയും വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ക്ലാസ്സസ് ഞാൻ പഠിക്കുന്ന കൂടെ തന്നെ എല്ലാ ചാപ്റ്റേഴ്സും, മീൻസ് പ്ലസ് 1 എല്ലാ സബ്ജക്റ്റിലെയും എല്ലാ ചാപ്റ്റേഴ്സും ഞാനിങ്ങനെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം അല്ലേ? ഷാനി, എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പാടിക്കോ. ഇത് ശൈലോക്കത്തെ ഒരു പാട്ടാട്ടോ, അത് ഞാൻ പാടിത്തരാം. നല്ല രസമുള്ള പാട്ടേക്കാരം. പൊട്ടനും പോയി മണ്ടനും പോയി ബോട്ട് കിട്ടി ഐലസാ. പൊട്ടനും പോയി ബോട്ട് കിട്ടി. അപ്പൊ നമുക്ക് ക്ലാസ് എടുക്കാൻ പോവാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് വെച്ചാൽ അനിമൽ കിങ്ഡം. ഈ അനിമൽ കിങ്ഡം എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഫുൾ മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസത്തിനെ കുറിച്ചിട്ടാണ്. അല്ലാതെ ഈസ്റ്റ് പോലെ യൂണി സെല്ലുലാർ ആയിട്ടുള്ള മീൻസ് ഏകകോശ ജീവികളെ കുറിച്ചിട്ടല്ല നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അനിമൽസ് എന്ന് പറയുമ്പോൾ ഫുൾ മൾട്ടി സെല്ലുലാർ. ഓക്കെ, ഈ ലോകത്ത് ഒത്തിരി മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസത്ത് ഉണ്ട്. ഹ്യൂമൻസും അനിമൽസിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അവരെയൊക്കെ മീൻസ് ലോകത്തിലുള്ള മൊത്തം മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിനെയൊക്കെ എടുത്തിട്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞു ഫൈലംസ് ആയിട്ടിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസിഫിക്കേഷൻ്റെ ബേസിസ് ആണ് നമുക്ക് ഫസ്റ്റ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ദാറ്റ് മീൻസ് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അപ്പോൾ നമുക്ക് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷനിൽ ഒരു 5-6 പോയിന്റ് ഉണ്ട്. അത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ഞാൻ ആ പോയിന്റ് ഒക്കെ ഇങ്ങനെ 1 by 1 ആയിട്ടിട്ട് പറയാം. ആൻഡ് ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ആ പോയിന്റ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ടിട്ട് പഠിക്കാം. എന്താണ് അത് പറയുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സോ നമ്മൾ ഈ ഓർഗാനിസത്തിനൊക്കെ കൂടി ചെറിയ ചെറിയ ഫൈലംസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തപ്പോൾ അതിൻ്റെ ബേസിസ് എന്ന് വെച്ചാൽ ഫസ്റ്റ് പോയിന്റ്, ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷനിലെ ഫസ്റ്റ് പോയിന്റ് ആണ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ആൻഡ് സെക്കൻഡ് പോയിന്റ് ആണ് സിമെട്രി. മൂന്നാമത്തെ പോയിന്റ് ആണ് സീലോ. ആൻഡ് ഫോർത്ത് പോയിന്റ് ജേം ലെയേഴ്സ്. ഫിഫ്ത്ത് പോയിന്റ് നോട്ടോകോഡ്. ആൻഡ് സിക്സ്ത് പോയിന്റ് സെഗ്മെന്റേഷൻ. ഈ 6 പോയിന്റ്സ് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. മീൻസ് ഇതാണ് നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. ഇത് മനസ്സിലായാൽ മാത്രമേ നമുക്ക് ഈ ചാപ്റ്റർ മുന്നോട്ട് ഈസി ആയിട്ട് പഠിച്ചു പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇത് നല്ല ക്ലിയർ ആക്കുക കേട്ടോ. ഇതാണ് നമ്മളെ ബേസിക്. സോ ഇനി നമുക്ക് ഓരോ പോയിന്റും ഡീറ്റെയിൽ ആയിട്ടിട്ട് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ഇൻ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷനിലെ ഫസ്റ്റ് പോയിന്റ് ആണ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ ഒത്തിരി ജീവികളുണ്ട് അല്ലേ? സെൽസ് മാത്രം കൊണ്ട് ഉണ്ടാക്കിയ ജീവികളുണ്ട്. ആൻഡ് സെൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ട് ടിഷ്യൂസ് ആയിട്ട് ഉള്ള ജീവികളുണ്ട്. ആൻഡ് ടിഷ്യൂസ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ട് ഓർഗൻസ് ആയിട്ടുള്ള ജീവികളുണ്ട്. ആൻഡ് നമ്മളെ പോലെയാണെങ്കിൽ ഓർഗൻസും ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ട് ഓർഗൻ സിസ്റ്റം ആയിട്ടുള്ള ജീവികളുണ്ട്. സോ ഇതാണ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ അതിൽ തന്നെ 4 കാറ്റഗറിയാണ് വരുന്നത്. സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ മീൻസ് സെൽസ് മാത്രമുള്ള ജീവികൾ. ആൻഡ് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ മീൻസ് സെൽസ് ഒക്കെ ഡെവലപ്പ് ആയിട്ടിട്ട് ടിഷ്യൂസ് കോശങ്ങളായിട്ട് മാറിയിട്ടുണ്ട് അവർക്ക്. ആൻഡ് തേർഡ് കാറ്റഗറി എന്ന് വെച്ചാൽ നമ്മുടെ മറ്റേ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ മീൻസ് ടിഷ്യൂസ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ട് കുറച്ച് ഓർഗൻസ് ഒക്കെ അവർക്കുണ്ട്. ആൻഡ് ഫോർത്ത് കാറ്റഗറി
ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഓർഗൻസ് മീൻസ് ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ എക്സ്ക്രീറ്ററി സിസ്റ്റം, അങ്ങനെ ഓരോ സിസ്റ്റംസ് ഉണ്ടാവും അവർക്ക്. ഓക്കെ, അപ്പോൾ ഈ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാറ്റഗറിയിലാണ് നമ്മളൊക്കെ പെടുന്നത്. മീൻസ് ഏറ്റവും മുന്തിയ ജീവികളൊക്കെ ഈ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷനിലാണ് വരുന്നത്. ഇത് ക്ലിയർ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൻഡ് നെക്സ്റ്റ് പോയിന്റ്, ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷനിലെ നെക്സ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞത് സിമെട്രി ആണ്. ഓക്കെ, അപ്പോൾ ഇത് കേൾക്കുന്ന +1 കുട്ടികൾ ഉണ്ടെങ്കിൽ +2കാരുടെ അടുത്ത് ഓൾറെഡി നോട്ട്സ് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ അവരുടെ NCERT നോക്കിയാലും മതി. അപ്പോൾ +1ത്തെ കുട്ടികളുടെ അടുത്തും NCERT ടെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു പോയിന്റ് ആയിട്ടിട്ട് ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കട്ടോ. മീൻസ് അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സിമെട്രി എന്ന് പറഞ്ഞാൽ എന്താ? സിമെട്രി എന്ന് വെച്ചാൽ ഒരു ഷേപ്പിനെയാണ്, ഷേപ്പ് എന്നുള്ളൊരു അർത്ഥമാണ് സിമെട്രിക്കുള്ളത്. അപ്പോൾ ഈ സിമെട്രി ഉള്ള ജീവികളെ നമ്മൾ വിളിക്കും സിമെട്രിക് ഓർഗാനിസംസ്. ആൻഡ് സിമെട്രി ഇല്ലാത്ത ജീവികളാണ് അസിമെട്രിക് ഓർഗാനിസംസ്. ഓക്കെ, ആൻഡ് വേറെ 2 കാറ്റഗറിയും കൂടി ഉണ്ട്. റേഡിയൽ സിമെട്രി ആൻഡ് ബൈലാറ്ററൽ സിമെട്രി എന്ന് പറഞ്ഞിട്ടുള്ള 2 കാറ്റഗറിയും കൂടി ഉണ്ട്. അതിൽ റേഡിയൽ സിമെട്രി എന്ന് വെച്ചാൽ an organism that can be divided into 2 equal parts by cutting through many planes passing through the center. Example, starfish, hydra. ഓക്കെ, അതായത് റേഡിയൽ സിമെട്രി എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റാർ ഫിഷിനെ എടുത്തു എന്ന് വിചാരിക്കാം. അതിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന, എങ്ങനെ നമ്മൾ അതിനെ വരച്ചാലും, ഇപ്പോൾ ഒരു ഹൈഡ്ര അല്ലെങ്കിൽ ഒരു സ്റ്റാർ ഫിഷ് എടുത്താൽ അതിൻ്റെ സെൻറ്റർ ഉണ്ടാവുമല്ലോ, ആ സെൻറ്റർ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന എങ്ങനെ നമ്മൾ ലൈൻസ് വരച്ചാലും നമുക്ക് എന്ത് ചെയ്യും, ആ ജീവിനെ 2 ഈക്വൽ പാർട്സ് ആയിട്ട് കിട്ടും. അങ്ങനെ ഷേപ്പുള്ള ജീവികളെയാണ് നമ്മൾ റേഡിയൽ സിമെട്രി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ എന്ന് വെച്ചാൽ ബൈലാറ്ററൽ സിമെട്രി. ബൈലാറ്ററൽ സിമെട്രിക്ക് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത്. മീൻസ് നമ്മളെ എങ്ങനെ കട്ട് ചെയ്താലാണ് നമുക്ക് 2 ഈക്വൽ പാർട്സ് കിട്ടുന്നത്? മീൻസ് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്താൽ ഒരിക്കലും നമുക്ക് 2 ഈക്വൽ പാർട്സ് കിട്ടില്ല. നേരെ മറിച്ച് നമ്മൾ നമ്മുടെ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിലൂടെ ഇങ്ങനെ കട്ട് ചെയ്താലല്ലേ നമുക്ക് 2 ഈക്വൽ പാർട്സ് കിട്ടുന്നത്. അതായത് ബൈലാറ്ററൽ സിമെട്രി എന്ന് വെച്ചാൽ an organism that can be divided into 2 equal parts by cutting through only one plane passing through the longitudinal axis. ഓക്കെ, അതായത് ഒരു ഓർഗാനിസത്തിനെടുത്തിട്ട് അതിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ് മീൻസ് ഇങ്ങനെയുള്ള ആക്സിസ്, ഓക്കെ, അത് കൂടി പാസ് ചെയ്യുന്ന രീതിയിൽ കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഓർഗാനിസത്തിനെ 2 ഈക്വൽ പാർട്സ് ആയിട്ട് കിട്ടുള്ളൂ. എക്സാമ്പിൾ, ഹ്യൂമൻ ബീങ്സ്. അപ്പോൾ സിമെട്രിയിലെ സിമെട്രിക് ആയിട്ടുള്ള ഓർഗാനിസത്തിലാണ് റേഡിയൽ സിമെട്രി, ബൈലാറ്ററൽ സിമെട്രി. ആൻഡ് അസിമെട്രി എന്ന് വെച്ചാൽ ഒരു ഷേപ്പും ഉണ്ടാവില്ല. എക്സാമ്പിൾ, സ്പോഞ്ചസ്. സ്പോഞ്ചസ് എന്ന് വെച്ചാൽ അവർക്ക് പല പല ഷേപ്പ് ആയിരിക്കും. അവരെ നമുക്ക് ഒരിക്കലും 2 ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഒരു ഷേപ്പും ഇല്ലാത്ത ഓർഗാനിസത്തിനെയാണ് അസിമെട്രി എന്ന് വിളിക്കുക. റേഡിയൽ സിമെട്രി എന്ന് വെച്ചാൽ നമ്മൾ സെന്ററിലൂടെ പാസ് ചെയ്യുന്ന ഏത് ലൈനിൽ കട്ട് ചെയ്താലും നമുക്ക് 2 ഈക്വൽ പാർട്സ് കിട്ടും. ആൻഡ് ബൈലാറ്ററൽ സിമെട്രി എന്ന് വെച്ചാൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിലൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കട്ട് ചെയ്താൽ നമുക്ക് 2 ഈക്വൽ പാർട്സ് കിട്ടും. അതിന് എക്സാമ്പിൾ ഹ്യൂമൻ ബീങ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആക്കി വെക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 3rd പോയിന്റ് ആണ് ജേം ലെയേഴ്സ്. ജേം ലെയേഴ്സ് എന്ന് വെച്ചാൽ മീൻസ് നമ്മൾ എംബ്രിയോ ആവുമ്പോൾ നമുക്ക് ജേം ലെയേഴ്സ് ഉണ്ടാവും. ഓക്കെ, എംബ്രിയോണിക് ജേം ലെയേഴ്സ് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് ഡിപ്ലോബ്ലാസ്റ്റിക്, നമ്മൾ പറയും ബൈ എന്നൊക്കെ പറഞ്ഞാൽ എന്താ, 2 എന്നുള്ള അർത്ഥമല്ലേ. അപ്പോൾ ഡിപ്ലോബ്ലാസ്റ്റിക് ആയിട്ടുള്ള ഓർഗാനിസംസും ഉണ്ട്. ജേം ലെയേഴ്സിന്റെ ഡിവിഷൻ ആണ് കേട്ടോ ഞാൻ ഇപ്പോൾ പറയുന്നത്. ഡിപ്ലോബ്ലാസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് ഓർഗാനിസംസും ഉണ്ട്, ആൻഡ് ട്രിപ്ലോബ്ലാസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് ഓർഗാനിസംസും ഉണ്ട്. ഓക്കെ, ബൈ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു 2 ആണ് മീനിങ്. അപ്പോൾ ഡിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതായത് 2 എംബ്രിയോണിക് ജേം ലെയേഴ്സ് ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. അതായത് ആ ഓർഗാനിസംസ് ഒക്കെ എംബ്രിയോ ആവുന്ന ടൈമിൽ അവർക്ക് 2 എംബ്രിയോണിക് ജേം ലെയേഴ്സ് ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ജേം ലെയേഴ്സിന്റെ പേര് കൂടി പഠിക്കണം. 2 ജേം ലെയേഴ്സ് ആണ് അവർക്ക് ഉണ്ടാവുക ഡിപ്ലോപ്ലാസ്റ്റിക് ഓർഗാനിസത്തിന് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ജേം ലെയേഴ്സിന്റെ പേര് കൂടി നമ്മൾ പഠിക്കണം. ഔട്ടർ ആയിട്ടുള്ള ജേം ലെയറിന്റെ പേരാണ് എക്ടോഡം. ഓക്കെ, ഔട്ടർ എന്നാണ് ഈ എക്ടോ എന്ന് പറയുന്ന മീനിങ് ഔട്ടർ എന്നാണ്. സോ ഔട്ടർ ജേം ലെയറിന്റെ പേര് എക്ടോഡം. ആൻഡ് ഉള്ളത്തെ മീൻസ് ഇന്നർ ജേം ലെയറിന്റെ പേര് എന്ന് വെച്ചാൽ എൻഡോഡം. എൻഡോ എന്ന് വെച്ചാൽ ഇൻസൈഡ് എന്നുള്ളൊരു അർത്ഥമാണ്. ഓക്കെ, അപ്പോൾ ഉള്ളത്തെ ഇന്നർ ജേം ലെയറിന്റെ പേര് എൻഡോഡമും ആൻഡ് ഔട്ടർ ജേം ലെയറിന്റെ പേര് എക്ടോഡമും. ഓക്കെ,
അപ്പോൾ 2 ജേം ലെയേഴ്സ് ആയി. ആൻഡ് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടക്ക് ഈ ഡിപ്ലോബ്ലാസ്റ്റിക് ആയിട്ടുള്ള ഓർഗാനിസത്തിൻ്റെ കേസ് നോക്കുമ്പോൾ എക്ടോഡേമും എൻഡോഡേമും ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്ക് എന്തുണ്ടാവും അറിയോ? നോൺ സെല്ലുലാർ ആയിട്ടുള്ള, മീൻസ് അവിടെ സെൽസ് ഒന്നും ഉണ്ടാവില്ല, നോൺ സെല്ലുലാർ ആയിട്ടുള്ള മെസോഗ്ലിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ട് ഉണ്ടാവും. ഓക്കെ, അവിടെ സെൽസ് ഉണ്ടാവില്ല, ജസ്റ്റ് ഒരു മെസോഗ്ലിയ എന്ന് പറഞ്ഞുള്ള ഒരു പാർട്ട് ഉണ്ടാവും. അത്രയും മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസത്തിന് ഒരു എക്സാമ്പിൾ ഞാൻ തരാം. ഹൈഡ്ര. നമ്മൾ 8th-ലും 9th-ലൊക്കെ പഠിക്കുന്നതാണ് ഹൈഡ്ര എന്ന് പറഞ്ഞിട്ടുള്ളത്. ഹൈഡ്രേൻ്റെ ഒരു പിക്ചർ നിങ്ങൾക്ക് വേണമെങ്കിൽ NCERT-യിൽ ഉണ്ടാവും കേട്ടോ. മീൻസ് ഇതെൻ്റെ പഴയ ബുക്കാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഹൈഡ്രേൻ്റെ പിക്ചർ ഇതാ ഇവിടെ ഒന്ന് ഹൈഡ്രേൻ്റെ ജസ്റ്റ് ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും NCERT-യിൽ നോക്കുക, അല്ലെങ്കിൽ നമുക്ക് ഗൂഗിളിൽ തന്നെ PDF ആയിട്ടൊക്കെ കിട്ടുന്നുണ്ട്. മീൻസ് ഇങ്ങനെ ടെക്സ്റ്റ് ബുക്ക്, NCERT-ൻ്റെ ടെക്സ്റ്റ് ബുക്ക് PDF ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് ഇല്ലാത്തവർ എന്ത് ചെയ്യുക, ആ PDF ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഓക്കെ, ആൻഡ് ഇപ്പോൾ നമ്മൾ ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസത്തിനെ കുറിച്ചിട്ടാണ് സംസാരിച്ചത്. ഇനി ട്രിപ്ലോബ്ലാസ്റ്റിക്. ട്രൈ എന്ന് വെച്ചാൽ എന്താ? 3. ഓക്കെ, അപ്പോൾ 3 ജേം ലെയേഴ്സ് ഉണ്ടാവും അവർ എംബ്രിയോ ആവുന്ന ടൈമിൽ. ഈ ഓർഗാനിസത്തിനൊക്കെ 3 ജേം ലെയേഴ്സ് ഉണ്ടാവും. ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ് ഹാവ് 3 എംബ്രിയോണിക് ജേം ലെയേഴ്സ്. ഓക്കെ, അതിൻ്റെ അപ്പോൾ നമുക്ക് ഈ 3 ജേം ലെയേഴ്സിൻ്റെ പേര് നമുക്ക് പഠിക്കണം. നമ്മൾ പറഞ്ഞു ഔട്ടർ ജേം ലെയറിൻ്റെ പേര് എന്തായിരിക്കും? അഫ്കോഴ്സ് എക്ടോഡേം ആണ്. ആൻഡ് ഇന്നർ ജേം ലെയറിൻ്റെ പേര് എൻഡോഡേം ആണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടക്ക് ഉള്ള ജേം ലെയറിൻ്റെ പേരാണ് മെസോഡേം. ഡിപ്ലോബ്ലാസ്റ്റിക്കിൻ്റെ കേസിൽ അവിടെ ഒരു ജേം ലെയർ അല്ല ഉണ്ടായിരുന്നത്. എക്ടോഡേമിൻ്റെയും എൻഡോഡേമിൻ്റെയും ഇടയ്ക്ക് നോൺ സെല്ലുലാർ ആയിട്ടുള്ള മെസോഗ്ലിയ ആയിരുന്നു ഉണ്ടായത്. ബട്ട് ഇവിടെ ആകുമ്പോൾ മെസോഡേം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജേം ലെയറിന് അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള പോയിന്റ് സീലോം. സീലോം എന്ന് വെച്ചാൽ എംബ്രിയോ ആയിരിക്കുന്ന ടൈമിൽ ഉണ്ടാകുന്ന ഒരു ക്യാവിറ്റിയാണ് കേട്ടോ. അത് ഉള്ള ഓർഗാനിസംസും ഉണ്ട് ആൻഡ് സീലോം ഇല്ലാത്ത ഓർഗാനിസംസും ഉണ്ട്. അപ്പോൾ സീലോം എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ക്യാവിറ്റി ബിറ്റ്വീൻ എലിമെന്ററി കനാൽ ആൻഡ് ബോഡി വോൾ. ഓക്കെ, എലിമെന്ററി കനാൽ എന്ന് വെച്ചാൽ ഗട്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. മീൻസ് അന്നപദം എന്നാണ് മലയാളത്തിൽ പറയാൻ തോന്നുന്നുണ്ട്. അപ്പോൾ എലിമെന്ററി കനാലിനെയും പിന്നെ ബോഡി വോള് അതിനും ഇടയ്ക്കുള്ള ഒരു ക്യാവിറ്റിയാണ് സീലോം എന്ന് വെച്ചാൽ. അത് സീലോം ഉള്ള ഓർഗാനിസത്തിനെ നമ്മൾ സീലോമേറ്റ് എന്ന് വിളിക്കുന്നു. ആൻഡ് സീലോം ഇല്ലാത്ത ഓർഗാനിസത്തിനെ നമ്മൾ അസീലോമേറ്റ് എന്ന് വിളിക്കുന്നു. നമ്മളിപ്പോൾ സിമെട്രീൻ്റെ കേസ് നോക്കിയപ്പോൾ നമ്മൾ കണ്ടാണ് സിമെട്രി ഉള്ള ഓർഗാനിസം സിമെട്രിക് ആണ് ആൻഡ് സിമെട്രി ഇല്ലാത്ത ഓർഗാനിസം അസിമെട്രിക് ആണ്. മീൻസ് എ മുമ്പിൽ വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് എന്നുള്ള അർത്ഥം. അപ്പോൾ സീലോം ഉള്ളത് സീലോമേറ്റും ഇല്ലാത്തത് അസീലോമേറ്റും. ഇനി സീലോമേറ്റും അസീലോമേറ്റും അല്ലാതെ ഒരു കാറ്റഗറിയും കൂടി ഉണ്ട്, സ്യൂഡോ സീലോമേറ്റ്. സ്യൂഡോ എന്ന് വെച്ചാൽ ഫോൾസ് അല്ലെങ്കിൽ കപടം എന്നുള്ള ഒരു അർത്ഥമാണ് വരുന്നത്. അപ്പോൾ ഈ സ്യൂഡോ സീലോമേറ്റ് എന്ന് വെച്ചാൽ അവർക്ക് സീലോം ഉണ്ട്. ബട്ട് ഈ സീലോം നമ്മളിപ്പോൾ ജേം ലെയേഴ്സിൻ്റെ കേസിൽ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു മെസോഡം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജേം ലെയർ നമ്മൾ പഠിച്ചു അല്ലേ. എക്ടോഡേമിൻ്റെയും എൻഡോഡേമിൻ്റെയും ഇടയ്ക്കുള്ള ഒരു ജേം ലെയറിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? മെസോഡം. അപ്പോൾ ഈ സ്യൂഡോ സീലോമേറ്റ് ആയിട്ടുള്ള ഓർഗാനിസത്തിൻ്റെ കേസിൽ അവർക്ക് സീലോമൊക്കെ ഉണ്ട്. ബട്ട് ഈ സീലോമിനെ പൗച്ചസ് ഓഫ് മെസോഡം, മീൻസ് മെസോഡമിൻ്റെ കുഞ്ഞു കുഞ്ഞു പൗച്ചസ്, മെസോഡോമിൻ്റെ കുഞ്ഞു കുഞ്ഞു കൂട്ടം എന്നുള്ളൊരു അർത്ഥമാണ്. അത് പിക്ചറൊക്കെ NCERT-യിലുണ്ട് കേട്ടോ. അപ്പോൾ പൗച്ചസ് ഓഫ് മെസോഡോം കൊണ്ടിട്ട് ഇവരുടെ സീലോമിനെ കവർ ചെയ്തിട്ടുണ്ടാവും. സ്യൂഡോ സീലോമേറ്റിൻ്റെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്യൂഡോ സീലോമേറ്റ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കും, എക്സാമിന് ഞങ്ങൾക്കൊക്കെ വന്നിരുന്നു. അപ്പോൾ സ്യൂഡോ സീലോമേറ്റ് എന്ന് പറയുമ്പോൾ മീൻസ് അവർക്ക് സീലോം ഒക്കെ ഉണ്ട്, ബട്ട് ദെയർ സീലോം ഈസ് കവേർഡ് ബൈ പൗച്ചസ് ഓഫ് മെസോഡോം. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് സ്ലോ ആയിട്ട് എന്താ പറയണമെന്ന് വെച്ചാൽ +1 വരുന്ന കുട്ടികൾക്ക് ഇത് ഫസ്റ്റ് ടൈം കേൾക്കാവുമല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് സ്ലോ ആയിട്ട് അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്താൽ മാത്രമേ അവർക്ക് ഇത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. +2 ഇമ്പ്രൂവ്മെൻ്റ് എഴുതുന്ന കുട്ടികൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ തന്നെ ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾ ഓൾറെഡി കേട്ട് വന്നുകൊണ്ട് സുഖമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് സ്ലോ ആയിട്ട് പറഞ്ഞു പോകുന്നത്. അപ്പോൾ +1 കുട്ടികൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് നെക്സ്റ്റ് വണ് നമ്മൾ സെഗ്മെൻറ്റേഷൻ. അത് അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. മീൻസ് സെഗ്മെൻറ്റ്സ് ഉള്ള ജീവികൾ എന്നുള്ളൊരു അർത്ഥമാണ്. ഇനി നോട്ടോകോഡ്. നോട്ടോകോഡാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. നോട്ടോകോഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ കേസിൽ നമ്മൾ നോക്കുക, നമ്മുടെ സ്പൈനൽ കോഡ് എന്തിനാ? നമുക്കൊരു സപ്പോർട്ട്, നമ്മുടെ ബോഡിക്ക് ഒരു സപ്പോർട്ട് തരാൻ വേണ്ടിയിട്ടാണ് സ്പൈനൽ കോഡ്. അതുപോലുള്ള ഒരു കോഡാണ് നോട്ടോകോഡ്. ഇത് എംബ്രിയോ ആവുന്ന ടൈമിലേ ഉണ്ടാവുള്ളൂ കേട്ടോ. നോട്ടോകോഡ് എന്ന് വെച്ചാൽ
സോ നോട്ടോകോഡിന്റെ ഡെഫിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 2 മാർക്കിന് എപ്പോഴും സുവോളജിയിൽ ചോദിക്കാറുണ്ട്. സോ നോട്ടോകോഡ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് മെസോഡേം ഡിറൈവ്ഡ് ഡോർസലി ലൊക്കേറ്റഡ് സപ്പോർട്ടിംഗ് റോഡ് ഓഫ് ബോഡി. അതായത് ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. മീൻസ് ഡോർസൽ വെൻട്രൽ അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഭാഗമാണ് വെൻട്രൽ, അത് നമ്മുടെ പുറം ഭാഗം ഉണ്ടല്ലോ, അതാണ് ഡോർസൽ എന്ന് വെച്ചാൽ. അപ്പോൾ നോട്ടോകോഡ് മെസോഡേം ഡിറൈവ്ഡ്, അതായത് മെസോഡേമിൽ നിന്നുണ്ടായതാണ്. മെസോഡം എന്ന് വെച്ചാൽ നമ്മുടെ ജേം ലെയർ, അതിൽ നിന്നുണ്ടായതാണ്. ആൻഡ് ഡോർസലി ലൊക്കേറ്റഡ്, അതായത് നമ്മുടെ ഈ ഭാഗത്ത് ലൊക്കേറ്റ് ആണ്, അവിടെയാണ് അത് കാണപ്പെടുന്നത്. നോട്ടോകോഡ് എന്നുള്ളത് അവിടെയാണ് കാണപ്പെടുന്നത്. ആൻഡ് ഇതൊക്കെ എംബ്രിയോ സ്റ്റേജിലാണ് കേട്ടോ, അല്ലാതെ നമ്മൾ വലുതായി കഴിഞ്ഞാൽ നമുക്ക് നോട്ടോകോഡ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ എംബ്രിയോൻ്റെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കുക കേട്ടോ. അപ്പോൾ ഡോർസലി ലൊക്കേറ്റഡ് ആണ് ആൻഡ് മെസോഡേം ഡിറൈവ്ഡ് ആണ് ആൻഡ് സപ്പോർട്ടിംഗ് റോഡ് ഓഫ് ദ ബോഡിയാണ്. അതായത് ബോഡിക്ക് ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു റോഡ് പോലെയാണ് ഈ നോട്ടോകോഡ് കാണപ്പെടുന്നത്. സോ നോട്ടോകോഡ് മീൻസ് ഇറ്റ് ഈസ് മെസോഡേം ഡിറൈവ്ഡ് ഡോർസലി ലൊക്കേറ്റഡ് സപ്പോർട്ടിംഗ് റോഡ് ഓഫ് ദ ബോഡി. ഓക്കെ, അപ്പോൾ ഇനിയാണ്, അപ്പോൾ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ നമ്മളിത് തീർന്നു. ഇനിയാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് NCERT-യിൽ മീൻസ് പേജ് നമ്പർ 49 എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഇങ്ങനെയാണ്, ഇതാണ് ആ ക്ലാസിഫിക്കേഷൻ. എല്ലാവർക്കും പഠിക്കേണ്ട ഒരു സംഭവമാണ്. കാരണം ഇവിടെയൊക്കെ ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ടിട്ട് നമുക്ക് എക്സാമിന് തരും. A, B എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രാക്കറ്റ് ഇട്ടിട്ട് നമുക്ക് എക്സാമിന് തരും. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അതും കൂടി നമുക്ക് പറയാം. അനിമൽ കിങ്ഡം നമ്മുടെ NCERT-ൽ തന്നിട്ടുള്ള ക്ലാസിഫിക്കേഷൻ പ്രകാരം അനിമൽ കിങ്ഡം 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. നമ്മളെടുത്തപ്പോൾ ബോർഡൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ NCERT-ൽ നോക്കിയിട്ട് ശരിക്കും നോക്കി മനസ്സിലാക്കുക കേട്ടോ. അതായത് അനിമൽ കിങ്ഡം 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുക. സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഒരു ക്ലാസിഫിക്കേഷൻ, ആൻഡ് രണ്ടാമത്തത് ടിഷ്യൂ, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ. ഇത് മൂന്നും ഒറ്റൊരു ക്ലാസിഫിക്കേഷൻ ആക്കിയിട്ടാണ് NCERT-ൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ അതുപോലെ പഠിച്ചാൽ മതി. അപ്പോൾ അനിമൽ കിങ്ഡം സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ആ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ വരുന്ന ഒരു ഫൈലമാണ് ഫൈലം പോരിഫെറ. ഇത് നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കുക കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കുക, എന്നിട്ട് ഞാൻ പറയുന്നത് കേട്ടാൽ മതി കേട്ടോ. അതായത് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ വരുന്ന അണ്ടറായിട്ട് വരുന്ന ഒരു ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഫൈലമാണ് ഫൈലം പോരിഫെറ. ആൻഡ് ഇവിടെ ടിഷ്യൂ, പിന്നെ അതുപോലെ തന്നെ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ എന്നുണ്ട്. അവിടെ വരുന്ന കുറച്ച് ഫൈലംസ് ഉണ്ട്. അവിടെയാണ് മീൻസ് ടോട്ടലായിട്ട് 11 ഫൈലംസ് ആണുള്ളത്. അതിൽ ഒറ്റൊരു ഫൈലം മാത്രമേ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷനിലുള്ളൂ. ബാക്കി 10 ഫൈലംസും ഈ ടിഷ്യൂ അല്ലെങ്കിൽ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്നുള്ള ആ ഒരു ക്ലാസിഫിക്കേഷനിലാണ് കേട്ടോ വരുന്നത്. സോ നമുക്ക് ഏതൊക്കെ ഫൈലംസ് ആണെന്നുള്ളത് നോക്കാം. ഞാനപ്പോൾ ആദ്യം 11 ഫൈലത്തിൻ്റെ പേര് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഫൈലം പോരിഫെറ, അന്നിഡേറിയ, ടെനോഫോറ, പിന്നെ പ്ലാറ്റിഹെലിംഡസ്, അഷ്ഹെലിംഡസ്, അനിലിഡ, ആർത്രോപോഡ, മൊലുസ്ക, എക്കൈനോഡോമാറ്റ, ഹെമിക്കോഡേറ്റ, കോഡേറ്റ. ഇത് ഞങ്ങൾക്കൊക്കെ, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ പറയുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മീൻസ് ഞങ്ങൾ +1 ടൈമിൽ ഞങ്ങൾ ഏറ്റവും സ്പീഡിൽ ആരാണോ പറയുന്നത് അവർക്കൊരു കളർ ചോക്കിയൊക്കെ സമ്മാനമായിട്ട് തന്നിരുന്നു സാറ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് കളർ ചോക്കിയൊക്കെ എനിക്ക് കിട്ടിയിരുന്നു കേട്ടോ. ഇതൊക്കെ ഒരു ഓർമ്മ. അപ്പോൾ ജസ്റ്റ് ഇത് നല്ല രീതിയിൽ പഠിക്കുക കേട്ടോ. നിങ്ങൾ ഇത് കേൾക്കുമ്പോഴൊരു ബുദ്ധിമുട്ടേ ഉണ്ടാവുള്ളൂ. ബട്ട് നമ്മൾ ഒരു 2-3 പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാവും. അപ്പോൾ ഒന്നും കൂടി ഞാൻ ഫൈലത്തിൻ്റെ പേര് ഫൈലം പോരിഫെറ, നിഡേറിയ ആൻഡ് ടെനോഫോറ, പ്ലാറ്റിഹെലിംഡസ്, അഷ്ഹെലിംഡസ്, അനിലിഡ, മൊലുസ്ക, ആർത്രോപോഡ, എക്കൈനോഡോമാറ്റ, ഹെമിക്കോഡേറ്റ, കോഡേറ്റ. ഇതാണ് 11 ഫൈലം. ഇനി നമ്മൾ ഈ 11 ഫൈലത്തിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നല്ല ഡീപ്പായിട്ട് തന്നെ പഠിക്കാനുണ്ട് ഈ ചാപ്റ്ററിൽ. അത് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ചാപ്റ്റർ തീരും. പക്ഷേ ഈ 11 ഫൈലത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആ ഫൈലത്തിൽ വരുന്ന എക്സാമ്പിൾസ് ആണ് കേട്ടോ. എക്സാമ്പിൾസ് ആണ് നമുക്ക് അധികം എക്സാമിന് വരിക. ബിക്കോസ് എക്സാമ്പിൾസ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും എന്നുള്ളതുകൊണ്ട് അവർ എക്സാമിന് അത് തന്നെയാണ് ചോദിക്കുക. അപ്പോൾ മാറിപ്പോവാതെ ജസ്റ്റ് ഒരു ട്രിക്കി രീതിയിൽ നമുക്കത് പഠിക്കാം. അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഇതുവരെ നിങ്ങൾ എന്തായാലും ക്ലിയർ ആക്കി വെക്കുക. ഞാൻ വീണ്ടും പറയാണ്,
ഇത് ഇപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ ഇതുപോലത്തെ ക്ലാസ്സസ് ഇനിയും നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ, ബയോളജി മാത്രമല്ല ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ നമുക്ക് എടുക്കാം. ബിക്കോസ് എനിക്ക് അതൊക്കെ പഠിക്കണമല്ലോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കുക. ആൻഡ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ഇടുക കേട്ടോ. ആൻഡ് പിന്നെ ബാക്കിയുള്ളവരോട് പറയാനാണെങ്കിൽ ഞാൻ ഈ വീഡിയോ നിങ്ങളോട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഇതിനൊന്നും പറയുന്നില്ല. ബട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇത് നമ്മുടെ +1ലും +2ലും പഠിക്കുന്ന ഏതെങ്കിലും കുട്ടികൾക്ക് ഇപ്പോൾ ട്യൂഷൻ പോകാൻ ഈ ഒരു സിറ്റുവേഷനിലൊക്കെ ചിലവർക്ക് പറ്റുന്നുണ്ടാവില്ലല്ലോ. അപ്പോൾ ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു കുട്ടിക്കെങ്കിലും അത് ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ നിങ്ങളെല്ലാവർക്കും നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് ഇനി നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും ഇൻഷാ അല്ലാ. അതുവരെ എല്ലാവരും സ്റ്റേ ഹാപ്പി, സ്റ്റേ സേഫ്, ബൈ.